പാർവതിയമ്മേ, ഞാനിവിടെ വന്നപ്പോ എല്ലാം മറന്നു. എല്ലാം എന്ന് വെച്ചാ? എന്റെ ഭാര്യയെ മറന്നു, കുട്ടികളെ മറന്നു, അമ്മായിയമ്മയെ മറന്നു, പാന്റിന്റെ സിബിടാനും മറന്നു. എന്തോ വിളിച്ച സമയം? ഓ, അവരെന്തു പറഞ്ഞു? അവിടെയുള്ള 3 പെമ്പിളാരും പറയത്തക്ക വിധത്തിലൊന്നുമില്ലെന്നേ. പക്ഷെ റേറ്റ് മാത്രം 50,000 രൂപ പറയുന്നു. ഞാൻ കുറച്ച് പറഞ്ഞു നോക്കി, അവർ സമ്മതിക്കുന്നില്ല. ഇനി ചന്ദ്രനെ പറഞ്ഞയച്ച ഒരു അടിപിടി നടത്തിയാലേ കൊണ്ടുവരാൻ പറ്റൂന്നാ തോന്നുന്നേ. ഓഹോ, അവന്മാർക്ക് ഇത്ര ധിക്കാരമോ? ചന്ദ്രൻ വരട്ടെ. രാജേട്ടൻ എവിടെയായിരുന്നു? ആരും എന്നെ തൊട്ട് കളിക്കണമെന്ന് അറിയില്ലേ? തൊട്ടാലെന്താ? പെമ്പിള്ളേർ തൊടുന്ന എനിക്ക് ഇഷ്ടമല്ല. മോൻ കല്യാണം കഴിച്ചാൽ ഭാര്യ തൊടാൻ സമ്മതിക്കില്ലേ? അതപ്പോ നോക്കാം. പാർവതിയമ്മേ, 3 മണിക്കൂർ വേണമെങ്കിൽ 500 രൂപ വേണം. എന്റെ കൈ 100 രൂപയേ ഉള്ളൂ. എന്നാലൊന്ന് തൊട്ട് നോക്കിയിട്ട് പൊയ്ക്കോ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ് പാർവതിയമ്മേ. പൊയ്ക്കോ പൊയ്ക്കോ. ഇങ്ങനെ ഓരോന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് നിർത്തുന്നതാണ് നല്ലത്. നീ എവിടെയാണ് നോക്കിയിരിക്കുന്നത്? രാജു, 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 രാജു. എന്താടാ പകര? രാജുവിടെ? എന്താടാ കാര്യം? എനിക്ക് അവനെ അത്യാവശ്യമായി ഒന്ന് കാണണം. അയ്യോ പാർവതിയമ്മേ, എന്റെ മുണ്ടിന് മാത്രം പിടിക്കല്ലേ. ഞാൻ ചിലപ്പോ ആൻഡ്രോയിഡും ചിലപ്പോ ഒന്നിടാണ്ട് നടക്കും. എന്താ പാക്കേട്ടാ? നിങ്ങൾ അങ്ങോട്ടാണ് എത്ര ധൃതിയില്? അതെല്ലാം വന്നിട്ട് പറയാം. വാ വാ നിക്ക്. പാർവതിയമ്മേ, ഇന്ന് ഞാൻ അണ്ടർവേട്ടറിട്ടാ. ചന്ദ്ര, ചന്ദ്ര, ഒന്ന് വേഗം തട്ട്. എന്താണോ? എന്ത് പറ്റി രാജു? ചന്ദ്ര, വേഗം ഒരു സ്ഥലം വരെ പോണം. വല്ല ഏടാ കൂടെ ഒപ്പിച്ചാടോ? അയ്യോ, അതൊക്കെ പിന്നെ പറയാം. ചന്ദ്ര, ഞാൻ പറഞ്ഞു. എന്താ പാക്കരേത്? പോയപ്പോ 2, തിരിച്ചു വന്നപ്പോ 4. ചന്ദ്ര, ഏതാ ഈ പെണ്ണ്? പാക്കര ഒപ്പിച്ചതാ. അത് പിന്നെ എന്താ നിന്റെ പേര്? റാണു. പണ്ട കുടുംബത്തിൽ പിറന്നാണെന്ന് തോന്നുമല്ലോ. ഞാൻ കുടുംബത്തിൽ പിറന്നു തന്നെയാ. പക്ഷേ ഇങ്ങനെ ജീവിക്കാനോ വിധി? മോളൊന്നും കൊണ്ടും വിഷമിക്കണ്ട. ഇത് നിന്റെ വീടാന്ന് കരുതിയാ മതി. ഇവിടെ നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വാ. തള്ളു തള്ളു തള്ളു. ചന്ദ്രേട്ടാ, ലീല വേണമെന്നല്ല പറഞ്ഞേ. ഞാനത് വീട്ടിലെത്തിച്ചേക്കാം. റാണി ഉള്ളപ്പോ എന്തിനാടാ ലീല? അത് പിന്നെ ഒരിക്കലാവാം. ഞാൻ പോട്ടെ. ഇന്ന് ആ പുതിയ ചരക്കിന് വലത്തൊരാളൊപ്പിക്കണം. അതിനെന്താ ഒരു വഴി? അയ്യോ, ഹലോ, ഒരു ഊക്ക ചരക്കുണ്ട് വരുന്ന.
MLA കൃഷ്ണൻ ഹിയർ. താൻ ഭയപ്പെടാറോ? അത് ഞാൻ ശരിയാക്കി തരാം. പക്ഷേ ഞാൻ പറഞ്ഞത് എനിക്ക് കിട്ടണം. ഓക്കെ ഓക്കെ ഓക്കെ. വരൂ റോസി, നിനക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇരിക്കൂ. ജീവിതകാലം മുഴുവൻ നീ എന്നോടൊപ്പം തന്നെ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എനിക്കും അത് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഒരാളോട് സമ്മതം വാങ്ങണം. ആരോട്? എന്റെ ഭർത്താവിനോട് തന്നെ. ഓ, അത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ജോസഫ് അല്ലേ? അത് ഞാൻ പറഞ്ഞ് ശരിപ്പെടുത്തിക്കോളാം. അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് അയാൾ തന്നെ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇവിടെ വാ. വായിക്കാണോ? ഇത് നോക്കൂ. അമ്മയില്ലാത്ത സമയത്തൊക്കെ എന്റെ അടുത്ത് വന്ന് കളിക്കരുത്. അമ്മയില്ലെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഞങ്ങൾ രാജേട്ടന്റെ അടുത്ത് വന്നത്. അയ്യോ വിടൂലേ മുരളി, ഇത് നോക്കൂ. ഇവളൊക്കെ എന്നെ. നിനക്കൊക്കെ എന്താ ഇവിടെ കാര്യം? അധികം ഓടി ഓടിയകത്ത് പോടി. പോ. മുരളി, റാണി മുറിയിലുണ്ട്. അമ്മ വന്നു. രാജു, കസ്റ്റമർ വന്നിട്ടുണ്ട്. ലീലയോട് വരാൻ പറയൂ. ലീലെ, കസ്റ്റമർ വന്നിട്ടുണ്ട്. എന്താ? ഒന്നുമില്ല. പിന്നെന്താ ഇങ്ങനെ നോക്കുന്നത്? റാണിയെ കാണാൻ നല്ല രസ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ തൊഴിൽ നിർത്തിയിട്ട് ഒരു കല്യാണമൊക്കെ കഴിച്ച് ജീവിച്ചൂടെ? ഈ ചോദ്യം ഇവിടെ വരുന്ന എല്ലാ സ്ത്രീകളോടും ചോദിക്കാറുണ്ടോ? ഇല്ല. പിന്നെന്താ എന്നോട് മാത്രം ചോദിച്ചേ? റാണിയോട് ചോദിക്കണം തോന്നി ചോദിച്ചു. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ാണെങ്കിലേ വേറെ സ്ഥലം നോക്കണം. 300 രൂപയില് ഒരു ചില്ലി കാശ് കുറഞ്ഞാൽ ഇവിടെ പറ്റില്ല. എണ്ണി നോക്കിക്കോ. ആ മുറിലേക്ക് പോയിക്കോളൂ. പാർവതി അമ്മേ, എന്താ പകരം ഇത്? ഇത് നമ്മുടെ റാണിയുടെ ബാഗാ. ഇത് പിന്നെ നമ്മുടെ പാർട്ടിക്ക് ഒരു ബ്ലൗസ് പീസ്. ഇതുകൊണ്ട് റാണിക്ക് കൊടുത്തേ. ഓ, പിന്നെ പാർവതി അമ്മേ, ഒരു ഉഗ്രം പാർട്ടിയെ നമ്മുടെ റാണിക്ക് വേണ്ടി ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഓ, അവള് വല്ലാതെ ക്ഷീണിച്ചിരിക്കുക. എനിക്ക് ക്ഷീണമൊന്നുമില്ലമ്മേ. ഇപ്പൊ എനിക്ക് പണമാണ് ആവശ്യം. പാക്കര, നേരത്തെ പോലുള്ള അലവലാതി പാർട്ടികളൊന്നും അല്ലല്ലോ. ഉശിരൻ, ഉഗ്രൻ, യമകണ്ഠൻ, VIP VIP. വാ കുഞ്ഞേ. കുഞ്ഞെ, അവര് വലിയ പാർട്ടിയാ. വളരെ കാര്യമായിട്ടൊക്കെ നിന്നോണം. എന്നാലുണ്ടല്ലോ, ഫോറിൻ ടൂറ്, ഓപ്പൺ ടിക്കറ്റ്, 3 ദിവസത്തിന് 30,000 രൂപ അവന്മാര് തരുന്നത് കേട്ടോ. എന്നെ ഒന്നും തൊട്ടെന്ന് വെച്ച് തീണ്ടിലൊന്നും ഉണ്ടാവില്ല. പിന്നൊരു കാര്യം, ശരീരം വിറ്റ് ജീവിക്കുന്നവളാണെങ്കിലും എനിക്ക് ചില നിഷ്ഠകളൊക്കെ ഉണ്ട്. നിന്നെ പോലുള്ളവർക്ക് എന്തോ നിഷ്ഠകളും അനിഷ്ടങ്ങളും. എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരുത്തനെ കൊണ്ട് എന്നെ തൊടാനാവില്ല. അത്ര അത് ഞാൻ തീരുമാനിച്ചോളാം. എടാ രാജു, ആ റാണി അല്പം പെശ കാണും തോന്നുന്നല്ല. എന്തുണ്ടായി? വരുന്ന വഴി ഞാനൊന്ന് വളച്ചു നോക്കി. വീഴുന്ന ലക്ഷണമില്ല. വീഴുന്നില്ലെങ്കിൽ അങ്ങ് വിട്ടേരുന്നേ. ചന്ദ്ര, എനിക്ക് തോന്നുന്നത് അവൾ നല്ലൊരു പെണ്ണാണെന്നാ. എങ്ങനെയോ ഈ തൊഴിലിൽ വന്ന് പെട്ടതാ. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. അതുകൊണ്ടാ അവളോട് അടുക്കാൻ എനിക്കൊരു ചെറിയ പേടി. എന്നാലേ ഞാനൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോവാ. നീ വരുന്നോ? ഏയ്, ഞാനില്ല. നീ വയ്ക്കോ. ഇവിടെ വരൂ. പുള്ളി
പുള്ളിക്കാരൻ ഏത് മൂഡിലാണോ ആവും. റാണി ഇവിടെ ഇരിക്കും, ഞാൻ പോയി നോക്കിട്ട് വരാം. എന്താ പാക്കര, ആളെത്തിയില്ലേ? MLA സാറേ, പാക്കരൻ പറഞ്ഞാ പറഞ്ഞത് തന്നെയാ. എന്നാ ആളെ വിളി. പാക്കരന്റെ റേറ്റ് അത് പിന്നെ എനിക്ക് അറിയില്ലേ. തടി എന്നാ ആളെ അകത്തേക്ക് വിളി, ഒന്ന് കാണട്ടെ. ഇപ്പൊ വിളിക്കാം. റാണി ഇവളെവിടെ പോയി? ഭഗവതി ചതിച്ചോ? ഞാൻ എങ്ങനെ അയാളുടെ മുഖത്ത് നോക്കും? സാറേ, ആദ്യമായിട്ടാണെന്ന് അവൻ പറഞ്ഞിരുന്നു. അതാ എത്ര നാളല്ലേ. ഇയാൾക്ക് എന്തു പറ്റി? എന്താ അവിടെ നിൽക്കുന്നത്? ഇനി അടുത്ത് വാ. അയ്യേ, അവളുടെ ഒരു നാണം. എന്റെയാ? എന്തിനാ ഈ കഥവ് കൂടുന്നേ? അയ്യോ, ഞാനാണാണ് ഇയാൾക്ക് അറിയില്ലേ? എന്ത് 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 എനിക്ക് വേണമെങ്കിൽ സാറേ റാണി, റാണി, ദൈവമേ, റാണി എവിടെ പോയി? അവൾ ശത്രുക്കളോട് പോലും ഇങ്ങനെ ചെയ്യരുത്. നിന്നെ കിട്ടാതായപ്പോ ആ കാളമാടൻ പാക്കരന്റെ പുറത്ത് കയറി. അയ്യോ യമേ. പിന്നെ ആ പാർവതി അമ്മയോട് റാണിയെ പറ്റി 2 ചോദ്യമെങ്കിലും ചോദിക്കണം. ഞാൻ സ്റ്റഡിയാണ്, എന്നാലും എന്റെ സ്റ്റാറ്റസിന് വേണ്ടിയെങ്കിലും ചോദിച്ചു.